സാത്താൻ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ടോർച്ചർ ചെയ്യുകയാണ്. ഫൈനലി അവൻ നമ്മളെ ആർക്ക് വേണ്ടി കരുതിയിരിക്കുകയായിരുന്നു? നരകത്തിൻ്റെ തീക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ജീസസ് കെയിം ആൻഡ് വി വെർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സൈറ്റൻ. കർത്താവ് ചോദിച്ചു, നീ കൊടുക്കുന്നതിനെ? അവൻ പറഞ്ഞു, ഇവൻ നിന്നെ തന്നെ ഉപദ്രവിക്കും. കാര്യം ഇവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഈസ് എ വൈൽഡ് ഗായ്. ഡസൻറ്റ് മാറ്റർ വാട്ട് ഇസ് എ പ്രൈസ്. ആൻഡ് സൈറ്റൻ ജസ്റ്റ് ലുക്ക്ഡ് അറ്റ് ജീസസ് ആൻഡ് സെഡ്, യുവർ ബ്ലഡ് ആൻഡ് യുവർ ലൈഫ്. ക്രൂസിൽ മരിച്ചു, അവൻ്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിച്ചു. ഐ ആം ബോട്ട് വിത്ത് എ പ്രൈസ്, ഫോർ എ പ്രൈസ്. ഞാൻ കർത്താവിൻ്റെ രക്തത്താൽ വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ടവനാണ്. ആൻഡ് യു നോ, ഞാൻ അവൻ്റെ വകയാണെന്നറിയാൻ അവനൊരു കാര്യം ചെയ്തു. ഹി പുട്ട് എ സീൽ അപ്പോൺ മീ ആൻഡ് ദാറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. സ്വരൂപവും മേലെഴുതും. മനുഷ്യനെ ദൈവം അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. മനുഷ്യനെ അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ തൻ്റെ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെടുത്തി. എന്നാൽ കർത്താവ് എന്നറിയാമോ? ഹി ബോട്ട് മീ ബാക്ക് ആൻഡ് പുട്ട് അനദർ സീൽ അപ്പോൺ മീ. അവൻ വീണ്ടും എന്നെ മടക്കി വാങ്ങിച്ചിട്ട്, വില കൊടുത്ത് വാങ്ങിച്ചിട്ട് എൻ്റെ മേലൊരു സീൽ അടിച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് ആളുകൾ വന്നിട്ട് അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു. ഒരു കോയിൻ കാണിച്ചിട്ട് ചോദിച്ചു, ഇതിൻ്റെ സ്വരൂപവും മേലെഴുത്തും ആരുടെ? ഈ കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമെന്ന് ചോദിച്ചു. കർത്താവ് കോയിൻ എടുത്തിട്ട് ചോദിച്ചു, ഇതിൻ്റെ സ്വരൂപവും മേലെഴുത്തും ആരുടേത്? അത് കൈസറുടേത്. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. വാട്ട് ഡസ് ഇറ്റ് മീൻ? കർത്താവ് പറഞ്ഞത്, ഏയ് കോയിൻ ഉണ്ടല്ലോ, ദിസ് ബിലോങ്സ് ടു സീസർ ബിക്കോസ് യു നോ ഇറ്റ് ഇസ്, അതിൻ്റെ മേലെഴുത്തതാണ്. പക്ഷെ നിന്റെ മേലുള്ള മേലെഴുത്ത് സീസറിൻ്റെ മേലെഴുത്തല്ല. നിന്റെ മേലുള്ള മേലെഴുത്ത് ആരുടെ മേലെഴുത്താണ്? ദൈവത്തിൻ്റെ മേലെഴുത്താണ്. നിന്റെ മേലുള്ള മേലെഴുത്ത് സ്വരൂപം, ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യമാണ് നിന്റെ മേൽ കർത്താവ് തന്നിരിക്കുന്നത്. നീ അത് നഷ്ടപ്പെടുത്തിയായിരിക്കും. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? അതിനെ കണ്ടെത്തി. യു വർ ലോസ്റ്റ് ആൻഡ് ഹീ വാസ് ഗോയിങ് ഔട്ട് ആൻഡ് ഹീ spent a lot of time and energy and even he spent his life. He gave his life. അവൻ നമുക്ക് വേണ്ടി നമ്മുടെ ജീവനെ തന്നവൻ നേടിയെടുത്തു. നമ്മുടെ ലൂക്കോസ് 15-ാം അധ്യായത്തിലെ 3 ഉപമകൾ നമ്മൾ കാണുന്നുണ്ട്. ആ 3 ഉപമകളിലും നമ്മൾ കാണുന്നത് something is lost or somebody is lost. ആദ്യം നമ്മൾ കാണുന്നത് എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാണാതെ പോയ ആട്, ആൻഡ് കാണാതെ പോയ മകൻ, കാണാതെ പോയ ദ്രഹ്മ. And somebody said the father lost his son and the son lost his sheep and the Holy Spirit lost his drama. പക്ഷേ തിരിച്ചു കിട്ടിയപ്പോഴത്തേക്ക് ഇവർക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ല. ദ്രഹ്മ നഷ്ടപ്പെട്ടവൻ്റെ ദുഃഖം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ തിരിച്ചു കിട്ടിയപ്പോഴത്തേക്കും പറയാണ്, കാണാതെ പോയ എൻ്റെ ദ്രഹ്മ കണ്ടു കിട്ടിയിരിക്കുന്നു, നിങ്ങൾ എൻ്റെ കൂടെ വന്ന് സന്തോഷിപ്പീൻ, സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ദൈവം നമ്മൾ തിരികെ വരുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഇനി ഞാനിത് ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ആൻഡ് ഹി പുട്ട് എ സീൽ അപ്പോൺ മീ. കൈസർക്കുള്ളത് അവൻ കൊണ്ടുപോയിക്കോട്ടെ, പക്ഷേ ഞാൻ കൈസറുടെ വകയല്ല. There is a seal upon me. When I see the Holy Spirit deals with me, I know that I belong to Jesus. ഞാൻ യേശുവിൻ്റെ വകയാണെന്നുള്ളതിനെ തിരിച്ചറിയത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ നിമിഷങ്ങളിലും എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞാൻ എന്നെ ലോകത്തിന് വിട്ടുകൊടുക്കത്തില്ല. കാര്യം ലോകത്തിൻ്റെ സീലല്ല എൻ്റെ മേലുള്ളത്. എൻ്റെ മേലുള്ള സീല് പരിശുദ്ധാത്മാവിൻ്റെ സീലാണ്. ഞാൻ എന്നെ കൈസർക്ക് കൊടുക്കത്തില്ല. ഞാൻ എന്നെ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല. ഞാൻ എന്നെ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ മേൽ അവൻ്റെ മുദ്ര പതിപ്പിച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ പതിപ്പിച്ചിരിക്കുന്ന മുദ്ര കാണുമ്പോൾ, I understand Jesus has paid a price for me and that is his blood. If I do something that displeases him, then that is, that grieves the Holy Spirit. ഞാൻ അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അവനെ ഞാൻ വേദനിപ്പിക്കുകയാണ്, ദുഃഖിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ആൻഡ് സീൽ ഡിനോട്ട്സ് അതോറിറ്റി. മുദ്ര എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? അധികാരത്തിൻ്റെ ചിഹ്നമാണ്. വേറെ ആർക്കും അതിൻ്റെ മേൽ അവകാശമില്ല. ഗവൺമെൻറ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പം ഒരു കാര്യം പിടിച്ചെടുക്കുകയാണെങ്കിൽ നോർമലി വാട്ട് ഇറ്റ് ഡസ്, സീൽ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? റിസീവർക്ക് അധികാരം കൈമാറുകയാണ്. ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടായിരിക്കും, ഒരു ദിവസം ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? അത് സീൽ ചെയ്ത് റിസീവർക്ക് അധികാരം കൈമാറുകയാണ്. പിറ്റേ ദിവസം ഞാനവിടെ ചെല്ലുക. ഞാൻ ചെല്ലുമ്പം അവിടെ പോലീസും പട്ടാളം ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാനങ്ങോട്ട് കയറാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ നേരെ കൈ കാണിക്കും. നോ പറഞ്ഞു, അതെന്താ? ദിസ് ബിലോങ്സ് ടു ഗവൺമെൻറ്. അല്ല, ഞാൻ ഇന്നലെ വരെ ഇവിടെ താമസിച്ചതാണ്, അതായിരിക്കും. പക്ഷേ ഇന്നിവിടെ കയറാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് സീൽഡ് ബൈ ദ ഗവൺമെൻറ്. ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ കളിയാടിക്കൊണ്ടിരുന്ന ഒരു കാര്യത്തിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ കയറാൻ പറ്റത്തില്ല. പ്രലോഭനങ്ങൾ വരുമ്പോൾ, പാപം എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ എന്നിലേക്ക് കയറാൻ പിശാചോ അവൻ്റെ ഏജൻസിനെ ഓരോന്നിനെയായിട്ട് പറഞ്ഞു വിടുമ്പോൾ എന്താണ്?
അവിടെ പരിശുദ്ധാത്മാവ് മുദ്രയിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. എൻ്റെ മേൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന കോപവും ക്രോധവും ഒന്നും ഇന്ന് കയറാൻ പറ്റത്തില്ല. ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്വഭാവത്തിനും എന്നിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് സീൽ ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇന്നലെ വരെ താമസിച്ചാണെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പൊക്കോണം. യു ഹാവ് നോ അതോറിറ്റി ഓവർ ദിസ് പേഴ്സൺ ആൻഡ് ഹി ബിലോങ്സ് ടു ജീസസ്. യു ഹാവ് നോ അതോറിറ്റി. വിട്ടുപൊക്കോണം. ഇവിടെ കണ്ടുപോയേക്കരുത്. കാരണം ആരുടെ വകയാണ് ഇവൻ? യേശുവിൻ്റെ വകയാണ്. ഇവന്റെ മേൽ നിനക്ക് യാതൊരു അധികാരവുമില്ല. വേറെ ഒന്നും എന്നിൽ കടക്കാതെ ആത്മാവ് എന്ത് ചെയ്യാണ്? സീൽ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഓൾസോ സീൽഡ് ഇൻ നോട്ട് സെക്യൂരിറ്റി. സീൽഡ് ഇൻ നോട്ട് സെക്യൂരിറ്റി. സീൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ്. മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനെ ആക്രമിക്കാൻ ആർക്കും കഴിയത്തില്ല. യേശു കർത്താവിൻ്റെ മരണം കഴിഞ്ഞ സമയത്ത് എല്ലാവരും കൂടെ പരീശന്മാരെല്ലാം സദൂക്യരെല്ലാം കൂടി ചെന്നിട്ട് പറഞ്ഞു, അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ ഉയർത്തി നിൽക്കുമെന്ന്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? റോമൻ ഗവൺമെൻറ് സീൽ ചെയ്യണം. പിലാത്തോസ് അവൻ സീൽ ചെയ്ത് കാവൽക്കാരെ ആക്കി. സീൽ ചെയ്തതിൻ്റെ അർത്ഥം എന്നാണ്? റോമൻ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്ര ഉണ്ടെങ്കിൽ ആർക്കും അത് പൊട്ടിക്കാൻ കഴിയത്തില്ലെന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ദാറ്റ് ഈസ് എ ഫാക്ട്. സ്വർഗത്തിൻ്റെ അധികാരമല്ലാതെ വേറൊരു അധികാരത്തിനോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രവേശിക്കാൻ പറ്റത്തില്ല. സീൽ ഡിനോട്ട്സ് സെക്യൂരിറ്റി. ആർക്കും നിന്നെ ആക്രമിക്കാൻ കഴിയത്തില്ല. ആർക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല. ലോകത്തിൻ്റെ മുഴുവൻ ശക്തികളും നിനക്കെതിരെ വന്നാലും അതിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. യു ആർ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സെക്യൂരിറ്റി നമ്മുടെ മേലുണ്ട്. ആൻഡ് സീൽഡ് ഡിനോട്ട്സ് ക്വാളിറ്റി. യു ആർ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പീപ്പിൾ ബിലീവ് ദാറ്റ് യു ആർ എ ഹോളി പേഴ്സൺ വെൻ യു സീ ദ സീൽ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നിന്റെ മേലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നീ ഹോളി ആണെന്ന് അതിൻ്റെ അർത്ഥം ഇല്ലേ? നമ്മൾ സാധാരണ എഴുതാറുണ്ടല്ലോ, ഡു നോട്ട് അക്സെപ്റ്റ് ഇഫ് സീൽ ഈസ് ബ്രോക്കൺ. സീൽ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കരുത് അല്ലേ? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മാനിപ്പുലേറ്റഡ്. നമ്മൾ ലോകത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ലോകം ഇന്ന് ആരും നമ്മളെ സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത്? ബിക്കോസ് ദ സീൽ ഈസ് ബ്രോക്കൺ സീലുമായിട്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അതൊക്കെ അങ്ങ് പള്ളി പറഞ്ഞു വെച്ചാൽ മതി. കാര്യം നിന്റെ സീല്, പരിശുദ്ധാത്മാവിൻ്റെ സീലൊന്നും ഞാൻ കാണുന്നില്ല. ഇറ്റ് ഈസ് ബ്രോക്കൺ. ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ മോസ്റ്റ് ഓഫ് ദ ക്രിസ്ത്യൻസ് ആർ നോട്ട് അക്സെപ്റ്റഡ് ഇൻ ദ വേൾഡ് ആസ് ഹോളി പീപ്പിൾ. വൺസ് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞൊരു വാചകമുണ്ട്, ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. എന്തോ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അടുത്ത് വരുമ്പോൾ മനസ്സിലാകും സീല് പൊട്ടിച്ചവനാണ്, ബ്രോക്കൺ സീൽ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സീൽ എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ സീല് നമ്മുടെ മേലുണ്ടെങ്കിൽ ദാറ്റ് അഷ്യൂഴ്സ് ക്വാളിറ്റി. ലോകത്തിന് ആ ക്വാളിറ്റി കാണാൻ കഴിയണം. സഭയിൽ ആ ക്വാളിറ്റി കാണാൻ കഴിയണം. ഇൻഫിൽഡ്, ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതാണ്, ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചതാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ എന്തുകൊണ്ടത് ജീവിതത്തിൽ കാണിക്കാതിരിക്കും? എന്നും ഭാര്യയെ തല്ലുന്നവനും പറയുന്നത് എന്താണെന്നറിയാം? അഭിഷേകം പ്രാപിച്ചാണെന്ന് പറയും. എന്നും ഭാര്യയെ തല്ലുന്നവൻ. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം സഭയിലെ ഒരു പ്രശ്നം തീർക്കാൻ ചെന്നതാണ്. പ്രശ്നം തീർക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്രട്ടറിയും ഇവനും കൂടെ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ പ്രശ്നക്കാരനായ ആൾ, പ്രശ്നക്കാരെന്ന് പുള്ളി സമ്മതിക്കത്തില്ല, പ്രശ്നക്കാരനായ ആൾ കസേര എടുത്ത് സെക്രട്ടറിയെ അടിച്ചു. കസേര എടുത്ത്. ഇവൻ കുറച്ച് എൻ്റെ കൂട്ടുകാരൻ ഇച്ചിരി കഴിവുള്ളവനായിരുന്നതുകൊണ്ട് അവന് കസേര തട്ടിക്കളഞ്ഞതാണെങ്കിലും തലയ്ക്കൊന്നും അടി കൊണ്ടില്ല. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറയാ, സാറേ എന്തോ നമ്മുടെ സഭയിലെ പ്രശ്നം തോന്നിയത്, സെക്രട്ടറി അഭിഷേകം പ്രാപിക്കാത്തതാണ്. അഭിഷേകം പ്രാപിച്ചവനെ എന്തോ ചെയ്തത്? കസേര എടുത്ത് തല്ലിയത് ഇല്ലേ? അഭിഷേകം പ്രാപിക്കുക, സെക്രട്ടറി അഭിഷേകം പ്രാപിക്കാത്തതാണ് സഭയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇല്ലേ? എന്താണ് നമ്മുടെ 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 സീല്? പരിശുദ്ധാത്മാവിനെ നമ്മൾ സീൽഡ് ആണെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? അതാണ് നമുക്ക് ദൈവം നൽകുന്നതായ അഷ്വറൻസ്, ദൈവം നൽകുന്ന സെക്യൂരിറ്റി. അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് അല്ലെന്ന് നമുക്ക് ലോകത്തിന് ബോധ്യം വരുന്നത്. വെൻ യു ആർ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, യു ബിലോങ് ടു ജീസസ് ആൻഡ് ഹോളി സ്പിരിറ്റ് ഗിവ്സ് us അഷ്വറൻസ് ഓഫ് സൺഷിപ്പ്. നമ്മൾ മക്കളാണെന്നുള്ള ആ ബോധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. നിങ്ങൾ മക്കൾ ആകൊണ്ട് 5-ാം വാക്യം കൂടെ ചേർന്ന്, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. നിങ്ങൾ മക്കളാകെ കൊണ്ട് അബാപിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവത്താൽ അവകാശിയുമാകുന്നു. സ്വപുത്രന്റെ ആത്മാവിനെ, വി കോൾ ഹിം അബ ഫാദർ. അബ എന്നുള്ളത് ഒരു അരാമിക് ഒരു വാക്കാണ്. അരാമിക്കിലെ നമ്മൾ വീടുകളിൽ സാധാരണ ആരും നമ്മളൊക്കെ അപ്പനെ എന്നെ ഫാദർ എന്ന് വല്ലതാണ് വിളിക്കുന്നത്? ഒന്നുമല്ലല്ലോ. വി കോൾ മേ ബി ഡാഡി, അപ്പ, പപ്പ എന്നൊക്കെ വിളിക്കും.
എന്നതുപോലെ അത്ര സ്വീറ്റായിട്ട് ഒരു റിലേഷൻ കാണിക്കുന്ന വാക്കാണ് അബ എന്ന് പറയുന്നത്. അബ, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫാദർ. നമ്മളാരും വീട്ടിലെല്ലാ ദിവസം രാവിലെ പിള്ളേർ വിളിക്കുന്ന ഫാദർ എന്നൊല്ലാണോ വിളിക്കുന്നത്? ഒന്നുമല്ല. ദാറ്റ് ഇസ് എൻ ഒഫീഷ്യൽ കോളിംഗ്, അല്ലേ? ഒഫീഷ്യൽ കോളിംഗ്. ബട്ട് ഇറ്റ് ഇസ് എ സ്വീറ്റ് റിലേഷൻ. ദാവീദ് ഗലാത്യലേഖനത്തിൽ പൗലോസ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? വി ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. അവൻ നമുക്ക് പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നു, പുത്രത്വം പ്രാപിക്കുന്നു. നിങ്ങൾ മക്കളെന്ന് വിളിക്കേണ്ടതിന് പിതാവെ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. വേദോസം പഠിപ്പിക്കുന്നത്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരുന്നു. യോഹന്നാൻ 3:1. അങ്ങനെ തന്നെ നാം ആകുന്നു. ആൻഡ് വി ആർ. മക്കളെ പോലെയല്ല. പലപ്പോഴും ആളുകളൊക്കെ പറയാറുണ്ട്, നീ എനിക്ക് മോനെ പോലെയാണെന്നൊക്കെ. വെറുതെ പറയുന്നതാണ്. മോനാണെന്ന് പറഞ്ഞുകൊണ്ട് മോനെ പോലാണെന്ന് പറഞ്ഞാൽ നാളെ ചെന്ന് അവകാശം ചോദിക്കാൻ പറ്റുമോ? ഇന്നലെ പറഞ്ഞില്ല മോനെ പോലാണെന്ന്, എന്നാൽ എനിക്കൊരു 5000 രൂപ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തരുമോ? തരത്തില്ല. എന്നാൽ ഇവിടെ അങ്ങനല്ല. പുത്രത്വം തന്നെയല്ല, എന്തുകൊണ്ട്? അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്ര, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. റോമാലേഖനം 8-ാം അതിന്റെ 16-ാം വാക്യത്തില് നാം ദൈവത്തിന്റെ ആത്മാവെന്ന് ആത്മാവ് താനും ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. സി, ആ സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷനാണ്. സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇൻ ദ സ്പിരിറ്റ് വി നോ ദാറ്റ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. നമ്മൾ ആത്മാവ് അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും നമുക്കൊരു ഉറപ്പ് തരത്തില്ല. എന്താണ് പുത്രത്വത്തിന്റെ ഉറപ്പ് എന്നറിയാമോ? ഇഫ് യു ഹാവ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ദാറ്റ് ഷോസ് ദാറ്റ് യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്. പിശാച് ദൈവത്തിനടുത്ത് കർത്താവിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ് ടേൺ ദീസ് സ്റ്റോൺസ് ഇൻടു ലോവ്സ് ഓഫ് ബ്രെഡ്. നീ ദൈവപുത്രൻ എങ്കിൽ, അതൊരു സംശയമാണ്, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കുക. കർത്താവ് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഞാൻ ദൈവപുത്രനാണെന്നുള്ള സംശയമൊന്നും ഇല്ല. എവറി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ലോർഡ് സേയ്സ് ദാറ്റ് ഐ ആം ഹിസ് സൺ. അവൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും എന്നോട് എന്ത് ഉറപ്പ് പറയുന്നുണ്ട്? യു ആർ മൈ സൺ. എന്താണ് പുത്രത്വത്തിൻ്റെ ഉറപ്പ്? പുത്രത്വത്തിൻ്റെ ഉറപ്പ് അത്ഭുതം നടക്കുന്നതല്ല. പുത്രത്വത്തിൻ്റെ ഉറപ്പ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും സൗഖ്യമാകുന്നൊന്നുമല്ല. പുത്രത്വത്തിൻ്റെ ഉറപ്പ് കല്ലപ്പമാക്കി തീർക്കുന്നതുമല്ല. പുത്രത്വത്തിൻ്റെ ഉറപ്പ് എന്താണെന്ന് അറിയാമോ? The words that proceeds from the mouth of the Lord reaches my spirit. Hallelujah. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ എൻ്റെ ആത്മാവിലെത്തുന്നതാണ് പുത്രത്വത്തിൻ്റെ ഉറപ്പ്. നാം പുത്രന്മാർ എന്ന ആത്മാവ് താനും ആത്മാവിനോട് സാക്ഷ്യം പറയും. നോക്കുക, ഐ റിയലി വോണ്ട് ടു സേ എ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ആത്മതലത്തിലെ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് അതിനുള്ള സമയമില്ല. ആത്മാവ് അഗെയിൻ അതൊരു ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി. ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. 2 കൊരിന്ത്യർ 1-ാം അതിന്റെ 22-ാം വാക്യം. അവൻ നമ്മെ മുദ്രയിട്ടു ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു. ആത്മാവെന്ന അച്ചാരം. അച്ചാരം എന്നുള്ള വാക്ക് അവിടെ പറയുന്നത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. അത് ഒരു ഉറപ്പാണ്. അതിന്റെ ബട്ട് it is God who establishes us with you in Christ and has commissioned us. He has put a seal upon us and given us his spirit in our hearts as a guarantee. It is a token money. അല്ലെങ്കിൽ a guarantee എന്നുള്ള വാക്ക് അതാണ്. എന്താണ്? It is a token money. എന്താണ് അതിന്റെ ടോക്കൺ? അല്ലെങ്കിൽ എന്തിന്റെ ഉറപ്പാണ് അത്? അതിന്റെ മുകളിൽ പറയുന്നത് അറിയാമോ? അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഉവ്വ് എന്നത്രേ. 20-ാം വാക്യത്തിൽ for all the promises of God find their yes in him. That is why we utter amen through him to the glory of God.